SH മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നെയ്യപ്പം വിളക്കി ചേർത്ത ബന്ധം. രണ്ട് അയൽവാസികൾ തമ്മിൽ വളരെ സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സാഹോദര്യത്തിലും ജീവിച്ചു പോവുകയായിരുന്നു. മുതിർന്നവരും കുട്ടികളുമടക്കം എല്ലാ കളികളിലും ചിരികളിലും എല്ലാ ആഘോഷങ്ങളിലും ഒന്നായിട്ട് ഒരു കുടുംബം പോലെ ജീവിച്ചു പോരുന്നതിനിടയ്ക്ക് അവിടെ ഇടയിൽ ഒരു കലഹം പൊട്ടിപ്പുറപ്പെട്ടു. കാരണം അയൽവാസിയുടെ പശു വന്നിട്ട് മറ്റേ ആളുടെ വീട്ടിലെ വിളവ് തിന്നുകയും അങ്ങനെ അത് സംസാരം കനപ്പെട്ട് കലഹം മൂർച്ഛിച്ച് അവർ രണ്ട് വഴിക്ക് വേർപിരിയുകയും ചെയ്തു. കലഹം മൂർച്ഛിച്ച് അവർ പ്രസ്താവന ഇറക്കി, എൻ്റെ കാലെങ്ങാനും എൻ്റെ തൊടിയിൽ ചവിട്ടുകയാണെങ്കിൽ ആ കാല് ഞാൻ വിട്ടു, ഈ എങ്ങാനും എൻ്റെ തൊടി ചവിട്ടിയാൽ എൻ്റെ കഴുത്ത് എന്നെ ഞാൻ വെട്ടും എന്ന് മറ്റേ ആളും പ്രതിവചിച്ചു. ആ രൂപത്തിലേക്ക് ആ വഴക്ക് വളർന്നു. അവർ രണ്ട് വഴിക്കായി വേർപിരിഞ്ഞു. അയൽവാസികളായതുകൊണ്ട് തന്നെ അവർ എല്ലാ വിഷയങ്ങളും പരസ്പരം അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ അയൽവാസിയുടെ ഒരു കുട്ടിയുടെ സുന്നത്ത് കല്യാണം ഉണ്ടായി. ആ സുന്നത്ത് കല്യാണം നടക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നാട്ടിലെ എല്ലാവരും പലഹാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് അയൽവാസി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അയാളിൽ വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കി. തർക്കത്തിലായി വേർപിരിഞ്ഞെങ്കിലും മാനസികമായിട്ട് പരസ്പരം ഒന്നായി പോകണം എന്നുള്ള ആ പഴയ ധാരണ രണ്ട് കൂട്ടരുടെയും ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് കാണിക്കാൻ രണ്ടു കൂട്ടരും താല്പര്യം കാണിച്ചിരുന്നില്ല. അങ്ങനെ ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നത് സ്ഥിരമായി ആളുകൾ വരുന്നതും കണ്ട് അയൽവാസിക്ക് വല്ലാത്ത പ്രയാസം തോന്നിയപ്പോൾ അദ്ദേഹം ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിക്കുകയും ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്യപ്പം തന്നെ ഉണ്ടാക്കി ആ വീട്ടിൽ അയൽവാസിയുടെ വീട്ടിൽ ആരും ഇല്ലാത്ത തക്കം നോക്കി പയ്യെ വന്നിട്ട് ആ കുട്ടി നിൽക്കുന്ന റൂമിന് ജനലിന് അടുത്ത് വന്ന് മുട്ടുകയും അങ്ങനെ വാതിൽ തുറന്നപ്പോൾ ആ കുട്ടിക്ക് ആ നെയ്യപ്പം കൊടുക്കുകയും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പെട്ടെന്ന് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ കുട്ടിയുടെ മാതാപിതാക്കൾ റൂമിൽ ചെന്നപ്പോൾ നെയ്യപ്പം തിന്നുന്ന കുട്ടിയെയാണ് കണ്ടത്. ആരടാ എനിക്ക് നെയ്യപ്പം തിന്ന് എന്ന ഉപ്പയുടെയും ഉമ്മയുടെയും ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ആ കുട്ടി ഉത്തരം പറഞ്ഞു. ആദ്യം കുറേ മൗനം പാലിച്ചെങ്കിലും അവസാനം ആ കുട്ടി പറഞ്ഞു, അയൽവാസിയായ ആ കാക്ക തന്നതാണ് എന്ന് ആ കുട്ടി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് മറുപടി പറഞ്ഞു. ഇത് ആ മാതാപിതാക്കൾക്കിടയിൽ തൻ്റെ അയൽവാസിയോടുള്ള ആ ഒരു വഴക്കിൽ വന്ന ആ വെറുപ്പിൻ്റെ കനം കുറക്കുകയും അങ്ങനെ അദ്ദേഹം അയൽവാസിയുടെ വീട്ടിലേക്ക് പോവുകയും പരസ്പരം സലാം പറഞ്ഞ് അവർ ഒന്നാവുകയും ചെയ്തു. നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് വഴക്കിലേർപ്പെടുകയും പരസ്പരം മുഖം കറുപ്പിക്കുകയും പിരിഞ്ഞു നിൽക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ സഹകരിക്കാനും ഒരുമിച്ച് നിൽക്കാനും ഒന്നിച്ചു പോകാനുമുള്ള വഴികൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അവിടെ നമ്മൾ മുഖം തിരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പ്രശ്നക്കാരാവുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതായാലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ അതിന് എളുപ്പമാകാനുള്ള വഴികൾ വരുമ്പോൾ അവിടെ നമ്മൾ മുഖം കെടാതെ അല്ലെങ്കിൽ മുഖം കെടുക്കാതെ നിൽക്കുക, അതിന് ഉചിതമായ വഴിയെന്ന് തോന്നുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്ന മെസ്സേജ്.